സൗദി അറേബ്യയിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കൻ വ്യോമസേനയുടെ 5 ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ തകർന്നതായി റിപ്പോർട്ടുകൾ. വാൾ സ്ട്രീറ്റ് ജേണലും റോയിട്ടേഴ്സുമാണ് ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമതാവളത്തിൽ ഇന്ധനം നിറയ്ക്കുന്നതിനായി എത്തിയ വ്യോമസേനാ വിമാനങ്ങളാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. 2 ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ആദ്യം അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ആക്രമണത്തിൽ ആരെങ്കിലും കൊല്ലപ്പെട്ടതായ വിവരമോ മറ്റ് നാശനഷ്ടങ്ങളുടെ വിവരമോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇറാനെതിരെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി സൈനിക നീക്കത്തിന്റെ ഭാഗമായി എത്തിയ KC-135 സൈനിക വിമാനം ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പ് തകർത്തതിന് പിന്നാലെ നടന്ന ഈ സംഭവം അമേരിക്കൻ സൈനിക ആസ്ഥാനമായ പെന്റഗണെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇത്തരം ഇന്ധനം നിറയ്ക്കുന്ന ഒരു വിമാനത്തിന് ഏകദേശം 1400 കോടിയിലധികം വില വരുന്നതാണ്. അങ്ങനെ കണക്കാക്കിയാൽ തകർക്കപ്പെട്ട വിമാനങ്ങളിലൂടെ 8400 കോടിയിലധികമാണ് ഒറ്റയടിക്ക് അമേരിക്കയ്ക്ക് നഷ്ടമായിരിക്കുന്നത്. ബോയിങ് നിർമ്മിച്ച KC-135 സ്ട്രാറ്റോ ടാങ്കർ ആദ്യമായി അമേരിക്കൻ വ്യോമസേനയിൽ സേവനമനുഷ്ഠിച്ചത് 1950കളുടെ അവസാനത്തിലാണ്. ആകാശത്ത് വെച്ച് കൂടുതൽ നേരം പറന്നുകൊണ്ട് തന്നെ മറ്റ് വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുവാൻ സാധിക്കുന്നതിനാൽ യുദ്ധമേഖലയിൽ ഇത്തരം വിമാനങ്ങൾ അമേരിക്കയെ സംബന്ധിച്ച് അനിവാര്യമാണ്. ഇറാനുമായി ബന്ധപ്പെട്ട നിലവിലെ അമേരിക്കയിലെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളിൽ ഈ ടാങ്കർ വിമാനങ്ങൾ വലിയ പങ്കാണ് വഹിച്ചു വരുന്നത്.